ഇത് കണ്ണപ്പിൽ വാവ് വാണിഭം അല്ലെങ്കിൽ വാവ് ബലി. മലയാള മാസമായ കർക്കിടകത്തിലാണ് വാവ് ബലി ആചരിക്കുന്നത്. പൂർവികരെ ആദരിക്കുന്നതിനായി കേരളത്തിൽ ഉടനീളം നടത്തുന്ന ഒരു ഹിന്ദു ആചാരമാണ് കർക്കിടക വാവ് ബലി. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ പൊന്നാനി കുറ്റിക്കാട് ദേശത്ത് നടക്കുന്ന വാവ് വാണിഭത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പൊന്നാക്കാരുടെ ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉത്സവം കൂടിയാണ് ഇത്. ദീപാവലിയോടനുബന്ധിച്ച് പൊന്നാനി കുറ്റിക്കാട് മുതൽ AV ഹൈസ്കൂൾ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലായി കാർഷിക വിളകളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും വലിയ നിറക്കാഴ്ചകളാണ് ഈ കാണുന്നത്. 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വാവ് വാണിഭം ഒരു കാർഷിക ഉത്സവമായി ആഘോഷിക്കുന്നു. വാവ് വാണിഭ കച്ചവടത്തിനെത്തുന്നവരിലേറെയും പാലക്കാട്, തൃശൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. എന്നാൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സേലത്തു നിന്നും മധുരയിൽ നിന്നുമാണ് ഈ കരിമ്പുകൾ കൊണ്ടുവരുന്നത്. മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ കച്ചവടത്തിനായി പൊന്നാനിയിലെത്തും. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കണ്ണപ്പിൽ വാവ് വാണിഭം പഴയ കാലത്തെ പേരും പെരുമയുമുള്ള കച്ചവടമേളയായിരുന്നു. ആദ്യകാലങ്ങളിൽ സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാ വിളകളും വാണിഭത്തിന് ഇവിടെ കൊണ്ടുവന്ന് പകരം ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ വാങ്ങിച്ച് വരികയായിരുന്നു പതിവ്. പൊന്നാനി കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തോട് ചേർന്നുള്ള വാണിഭ കളത്തിലായിരുന്നു ആദ്യ വാണിഭം നടന്നിരുന്നത്. വാവ് വാണിഭം തുടങ്ങിക്കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുന്നതിനും കാണുന്നതിനുമായി കുടുംബസമേതം പാതയോരങ്ങളിൽ ആളുകൾ തിങ്ങി നിറയും. തിരക്കുകൾ കൊണ്ട് റോഡിലെ വാഹന ഗതാഗതം സാവധാനമാകും. എങ്കിലും ആർക്കും പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ വാഹനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിയെ നീങ്ങും. കാലവും കഥയും മാറി. പഴയകാല കച്ചവട സമ്പ്രദായമായ ചക്ക കൊടുത്ത് തേങ്ങ വാങ്ങുന്ന രീതി കറൻസി നോട്ടുകളിലേക്ക് വഴിമാറിക്കൊടുത്തു. ഇപ്പോ ഒരു സീസൺ വ്യാപാര കേന്ദ്രമായി വാവ് വാണിഭം മാറിയെങ്കിലും ആ പഴയകാല തനിമയും ഓർമ്മകളും കൈമോശം വരുത്താതെ തലമുറകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. പൊന്നാനിയിലെ ഉത്സവങ്ങളിൽ നിന്നും വേറിട്ട ഒരു അനുഭൂതിയാണ് കർക്കിടക വാണിഭം. കാലത്തിനൊത്ത് മലയാളിയുടെ മനസ്സും അടുക്കളയും മാറിയ മാറ്റത്തിൽ പടിക്ക് പുറത്തായവയുടെ കൂട്ടത്തിലൊന്നായിരുന്നു മൺചട്ടികൾ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് വേഗത്തിലാകണമെന്ന് കരുതിയ തലമുറയ്ക്ക് മൺചട്ടി ചൂട് പിടിച്ചു വരുന്നത് വരെ കാത്തു നിൽക്കാൻ ക്ഷമ ഇല്ലായിരുന്നു. പല ആയുർവേദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കളിമണ്ണ്. ഇതിൽ മൺപാത്രം ഉണ്ടാക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ചോറ് വെക്കുന്ന കലങ്ങൾ ചോറ് വെച്ച് കഴിക്കാം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രങ്ങൾ മൺചക്രത്തിൽ കളിമണ്ണ് മെനഞ്ഞെടുത്ത് ചവിട്ടിക്കൂട്ടി അതിൽ മൺപാത്രം ഉണ്ടാക്കി അത് ചകരിയും വിറകിട്ട് ചൂട് വെച്ച് അത് പാത്രമായി പണ്ട് കാലത്ത് ഇതിലായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തിരുന്നത്. അറിയില്ല. അലുമിനിയം പാത്രത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ പുളിയൊക്കെ തട്ടി കഴിഞ്ഞാൽ അതിലൊരു കുമിളകളൊക്കെ ഉണ്ടാവാറുണ്ട്. പല സോക്കടും ഉണ്ടാവും. പിന്നെ ഇതേമാതിരി ഈ മണ്ണിന്റെ പാത്രത്തിൽ കുമിളകളൊന്നും വരില്ല. അത് പൊട്ടിയ കഴിഞ്ഞാൽ പിന്നെ വേറെ വാങ്ങാൻ ഉപയോഗിക്കാം. കറി വെക്കുന്ന പാത്രമുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാം, ഓട്ടട ഉണ്ടാക്കാം, കറി വെക്കാം.
പിന്നെ വറവുണ്ട് പാത്രമുണ്ട് പരന്ന ഇറച്ചിക്കറി വെക്കാൻ ഇറച്ചി മീൻ വലിയ കാലം കഷായം വെക്കാൻ കഷായം വെക്കാനൊക്കെ മണ്ണിന്റെ പാത്രത്തിൽ കഷായം വെക്കാനുള്ള വേറൊരു പാത്രത്തിൽ കഷായം, ചോറ്, പിന്നെ ചൂടുവെള്ളം എല്ലാം പഴയ കാലത്ത് തന്നെ ഈ മൺപാത്രം കൂടുതലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എത്ര വർഷമായി? ഞാന് ഒരു 35 40 കൊല്ലം ആ ഈ മൺപാത്രങ്ങൾ പഴയ കാലത്ത് ജനിക്കുമ്പോ തന്നെ ഈ മൺപാത്രങ്ങളിലാണ് എല്ലാവരും ഭക്ഷണം. നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കളിമണ്ണ് ഉപയോഗിക്കാൻ അറിയില്ല. കളിമണ്ണ് പാത്രങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ല. ഉപയോഗിച്ചാല് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ക്യാൻസർ, പെട്ടെന്ന് അസുഖം വരും. ഈ മണ്ണിൽ കറുപ്പ് കളർ വരുന്നത് ഈർച്ചപ്പെട്ട കളർ. ഇത് രണ്ടും കൂടെ ഡിഫറൻറ്റ് എന്താ? രണ്ട് തരം മണ്ണ്. ഇത് മയക്കി ഒന്നും കൂടി ഞങ്ങൾ വീണ്ടും ഇപ്പം മയക്കാൻ ചിലർക്ക് അറിയില്ല. ഇത് ചിലർക്ക് മയക്കാൻ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡ് കളറായിട്ട് വരും. പിന്നെ നമുക്ക് ഒന്നും കൂടി സ്ട്രോങ് കിട്ടണമെങ്കിൽ ഈർച്ചപ്പൊടി ഇട്ട് പിന്നെ അതുപോലെ വെക്കും, ചകിരി ഇട്ട്. അപ്പോഴാണ് ഈ കറുപ്പ് കളർ വരുന്നത്. അപ്പൊ ഒന്നും കൂടി ബലം കിട്ടും. പിന്നെ തുറക്ക വീട്ടിൽ കൊണ്ട് നമ്മള് കഞ്ഞികളിട്ട് മയക്കണ്ട, ഒന്നും ചെയ്യണ്ട, പാചകം ചെയ്യും. മറ്റേ ഒന്ന് കുഴപ്പമില്ല, കഞ്ഞി നമ്മള് വീട്ടിൽ ഓലക്കൊടൊക്കെ വെച്ചിട്ട് നമ്മള് വീട്ടിൽ സ്വന്തം ഒന്നും കൂടി മയക്കാം. വേറെ ഒന്നും ഇതിൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഇതിന്റെ റേറ്റ് ചെറിയ ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഏകദേശം 400 റുപ്യന്റെ പണിയുണ്ട്. ഞങ്ങൾ മാക്സിമം 250 ഞങ്ങളുടെ കൂലിക്കാശ് ഇട്ടുണ്ട്. മണ്ണിന്റെ ചാർജ് ഒരു ചട്ടിയാണെങ്കിൽ തന്നെ ഒരു 3-4 ദിവസത്തെ പണി പിടിക്കും. ചോറ് വെക്കുന്ന ഒരു ചട്ടിക്ക് എത്ര ആൾക്ക് വെക്കുന്ന ചട്ടിയപ്പോൾ നിലവിലുള്ളത്? ഇപ്പോ ചുരുങ്ങിയത് ഒരു 10-15 ആൾക്കൊക്കെ ഒരു കാലത്തിന് അത് ഏകദേശം ഒരു 600 അത്രേ വരുന്നുള്ളൂ. 600. അപ്പൊ ആ ഒരു കല ഉണ്ടാക്കണമെങ്കിൽ തന്നെ 2 ദിവസത്തെ പണിയാണ്. ഒരു ദിവസം രൂപ ഉണ്ടാക്കും, തലേ ദിവസം കല്ല് വെച്ച് അടിച്ച് വലുതാക്കും, പിന്നെ അതൊന്നും കൂടി വെയിലത്ത് വെച്ച് ഒന്നും കൂടി ഒപ്പാക്കി എടുക്കലാണ്. അതിൽ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഒക്കെ ഈ കളിമണ്ണിൽ വരുന്നതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ മൺപാത്രങ്ങളിലാണ്. ഇതിൽ കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഭൂമിയിലെ വേരിന്റെ ഇടയിൽ കൂടി വരുന്ന ഒരു ആയുർവേദത്തിന്റെ ഒരു ഔഷധമാണ് ഈ കളിമണ്ണ്. അത് കാരണം ഇത് നമ്മള് ജനങ്ങൾക്കോ ആർക്കും ഒരു അസുഖങ്ങളൊന്നും വരില്ല. ഇത് മൺപാത്രങ്ങൾ ഇതിലാണ് പാകം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. ഇത് ഭൂമിയുള്ള കാലം മുഴുവൻ ഇതിൽ തന്നെ പാകം ചെയ്തിരുന്നത്. അതുപോലെ ജനങ്ങൾ ഇതിൽ തിരിച്ചു വരട്ടെ. പഴയകാലത്ത് പൂർവികർ ഉപയോഗിച്ചിരുന്ന പാത്രമാണ് മൺപാത്രം. ഇന്ന് ഈ പുതിയ തലമുറ അത് പാടെ ഒഴിവാക്കി. അവർക്ക് അറിയില്ല അതിനെപ്പറ്റി. പഴയകാലത്ത് നമ്മളെ ഉമ്മയുടെ ഉമ്മവരൊക്കെ ഈ പാത്രങ്ങളിലാണ് ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടുള്ളത്. കഷായം വെക്കും, കറി വെക്കും, ചോറ് വെക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് പുതിയ തലമുറക്ക് അറിയാത്തത് കാരണം ക്യാൻസർ പോലുള്ള രോഗങ്ങളും മാരാരോഗങ്ങളും പിടിപെട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളും ഒരുപാട് രോഗങ്ങളും കുറയാൻ സാധ്യതയുള്ളതായിട്ട് കാണും. അതുമാത്രമല്ല, ഇതിൽ വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് ടേസ്റ്റ് കറി. നമ്മളെ ഉമ്മാരൊക്കെ ഈ മൺപാത്രത്തിലാണ്, ഈ കളിമൺ പാത്രത്തിലാണ് കറി വെച്ചിരുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ കറി വെക്കുന്നത് ഈ പാത്രത്തിലാണ്. പെട്ടെന്ന് ജോലികൾ എങ്ങനെ തീർക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ചൂട് പിടിച്ച മൺചട്ടികളിൽ ഭക്ഷണം ഒട്ടിപ്പിടിക്കുന്നതും വല്ലാത്ത വെറുപ്പ് ഉളവാക്കി. അങ്ങനെ ഒട്ടാത്ത പാത്രങ്ങൾ തേടിയവർ നോൺ സ്റ്റിക്കുകളെ അടുക്കളകളിലേക്ക് ആനയിച്ചു. അങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വിപണി വാണു തുടങ്ങി. പണി എളുപ്പമാണെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ അപകടം കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ മലയാളികൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. മാസങ്ങളെടുത്ത് നിർമ്മിക്കുന്ന ഗുണമേന്മയുള്ള മൺചട്ടികൾ വിവിധ അളവുകളിൽ ഇവിടെ ലഭ്യമാണ്. പൊന്നാനിയിൽ കുറ്റിക്കാട് ഭാരതപ്പുഴയോട് ചേർന്നുള്ള കൊസവ കോളനി എന്നറിയപ്പെടുന്ന ദേശത്താണ് മൺപാത്രങ്ങളുടെ നിർമ്മാണം. വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടും മണ്ണിന്റെ മണം പരത്തുന്ന ചേമ്പ്, കാവത്ത്, പുതക്കിഴങ്ങ്, നിലക്കടല, കൂർക്ക, കപ്പ കൂടാതെ പലഹാരങ്ങൾ, മുറം കൊട്ടക്കയിൽ, മുളയിൽ നിർമ്മിച്ച കൊട്ടകൾ, ചൂരലിൽ നിർമ്മിച്ച കസേരകൾ, മരത്തിലും അല്ലാതെയും നിർമ്മിച്ച കലാരൂപങ്ങളും പാത്രങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ടാകും. കൂടാതെ വിവിധ തരത്തിലുള്ള പൂച്ചെടികളും തെങ്ങിൻ തൈകളും പലയിനം പഴങ്ങളുടെ തൈകളും വിൽപ്പനയ്ക്കായി ഇവിടെ കാണാം. പൂർവികരെ ആദരിക്കുന്നതിനായി കേരളത്തിൽ ഉടനീളം നടത്തുന്ന ഒരു ഹിന്ദു ആചാരമാണ് കറക്കിയിടുക വാവുബലി.
മലയാള മാസമായ കർക്കിടകത്തിലാണ് ആചരിക്കുന്നത്. ഉപവാസം, പ്രാർത്ഥന, പുണ്യജലത്തിൽ മുങ്ങി ഈറനൊടുത്ത് തന്ത്രിയുടെ നേതൃത്വത്തിലാണ് മരണപ്പെട്ടവർക്ക് കർമ്മം നടത്തുന്നത്. ആലുവയിലെ ശിവക്ഷേത്രത്തിനടുത്തുള്ള പെരിയാർ നദിയിലും വർക്കയിലെ പാപനാശം ബീച്ചിലും ഭാരതപ്പുഴ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലും കർക്കിടക വാവുബലിക്ക് ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കും. പൊന്നാനി കുറ്റിക്കാട് നിളയുടെ തീരത്തും 1000-ലധികം ആളുകൾ കർമ്മം നടത്തിവരുന്നു. മരിച്ചവരുടെ ആത്മാക്കളെ മോചിപ്പിക്കുകയും അവർക്ക് നിത്യശാന്തി ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആചാരം കേരളത്തിലെ ഒരു പ്രധാന പാരമ്പര്യമാണ്. പൊന്നാനിയിലെ കണ്ണപ്പിൽ കർക്കിടക വാവുവാണിഭം ഒരു ചരിത്ര സ്മാരകമായി നിലനിൽക്കട്ടെ. മായം കലരാത്ത കാർഷിക വിളകളാൽ ഓരോ വാണിഭവും സമ്പന്നമാകട്ടെ.